JEE മെയിൻ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണിവ. I of h equals e raised to sin square x into cos h sin 2h minus sin h into dh. I of 0 equals 1. Then I of pi by 3. കാണണം. ചോദ്യം കാണുമ്പോൾ തന്നെ ഇൻ്റഗ്രേറ്റിൻ്റെ ഡെറിവേറ്റീവ് അതാണെന്ന് മനസ്സിലാകുന്നില്ലേ? നമുക്കിതിനെ രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആയി എടുക്കാം. എഫ് എച്ച് ഈക്വൽസ് ഇ റേസ് ടു സൈൻ സ്ക്വയർ എക്സ്, ജി എച്ച് ഈക്വൽസ് കോസ് എക്സ് എന്നെടുക്കാം. അപ്പോൾ ഡി ബൈ ഡി എച്ച് ഓഫ് ഇ റേസ് ടു സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് എക്സ് ഈക്വൽസ് പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ചാൽ ഇ റേസ് ടു സൈൻ സ്ക്വയർ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു ഇനി സൈൻ സ്ക്വയർ എക്സിൻ്റെ ഡെറിവേറ്റീവ് ടു സൈൻ എക്സ് കോസ് എക്സ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ കോസ് എക്സ് പ്ലസ് ഇ റേസ് ടു സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇ റേസ് ടു സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ ടു എക്സ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് അല്ലേ? ടു സൈൻ എക്സ് കോസ് എക്സ് സൈൻ ടു എക്സ് ആണല്ലോ. അപ്പോൾ ഇൻ്റഗ്രൽ ഇ റേസ് ടു സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ ടു എക്സ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡി എച്ച് എന്തായി? ഇ റേസ് ടു സൈൻ സ്ക്വയർ എക്സ് കോസ് എക്സ് പ്ലസ് സി. ഇനി ഐ ഒ 0 ഈക്വൽസ് 1 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ ഇ റേസ് ടു 0 കോസ് 0 പ്ലസ് സി ഈക്വൽസ് 1. അതായത് 1 പ്ലസ് സി ഈക്വൽസ് 1, സി ഈക്വൽസ് 0. ഇനി ഐ ഓഫ് പൈ ബൈ 3. ഐ ഓഫ് പൈ ബൈ 3 ഈക്വൽസ് ഇ റേസ് ടു സൈൻ സ്ക്വയർ പൈ ബൈ 3 ഇൻറ്റു കോസ് പൈ ബൈ 3. സൈൻ പൈ ബൈ 3 എത്ര? √3/2. അപ്പോൾ സൈൻ സ്ക്വയർ പൈ ബൈ 3 3/4. കോസ് പൈ ബൈ 3 എത്ര? 1/2. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇ റേസ് ടു 3/4 ഇൻറ്റു 1/2 ഈക്വൽസ് 1/2 ഇ റേസ് ടു 3/4. ആൻസർ 1/2 ഇ റേസ് ടു 3/4. അടുത്ത ചോദ്യം നോക്കൂ. ഇൻ്റഗ്രൽ എക്സ് ബൈ ഇ ഹോൾ റേസ് ടു 2h പ്ലസ് ഇ ബൈ എച്ച് ഹോൾ റേസ് ടു 2h ലോഗ് എച്ച് ഡി എച്ച് ഈക്വൽസ് 1/α ഇൻറ്റു എക്സ് ബൈ ഇ ഹോൾ റേസ് ടു ബീറ്റ എച്ച് മൈനസ് 1/γ ഇൻറ്റു ഇ ബൈ എച്ച് ഹോൾ റേസ് ടു ഡെൽറ്റ എച്ച് പ്ലസ് സി. ആൽഫ പ്ലസ് 2 ബീറ്റ പ്ലസ് 3 ഗാമ മൈനസ് 4 ഡെൽറ്റ കണ്ടുപിടിക്കണം. നമുക്കിതിനെ രണ്ട് പാർട്ടാക്കി എടുക്കാം. ഫസ്റ്റ് പാർട്ട് മൈ ഈക്വൽസ് എക്സ് ബൈ ഇ ഹോൾ റേസ് ടു 2h. ഇനി ലോഗ് എടുക്കാം അല്ലേ? അപ്പോൾ ലോഗ് വൈ ഈക്വൽസ് 2h ഇൻറ്റു ലോഗ് എക്സ് മൈനസ് ലോഗ് ഇ അതായത് 1. ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ 1/y dy ബൈ ഡി എച്ച് ഈക്വൽസ് 2h ഇൻറ്റു ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/h പ്ലസ് 2 ലോഗ് എച്ച് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് ഇനി 2hൻ്റെ ഡെറിവേറ്റീവ് -2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എച്ചും ക്യാൻസലായി 2 ആകും. 2 - 2 0 ആയി. അപ്പോൾ 2 ലോഗ് എച്ച്. അപ്പോൾ ഡി വൈ ബൈ ഡി എച്ച് ഈക്വൽസ് 2h ബൈ ഇ ഹോൾ റേസ് ടു 2h ലോഗ് എച്ച്. അപ്പോൾ ഇൻ്റഗ്രൽ എച്ച് ബൈ ഇ ഹോൾ റേസ് ടു 2h ലോഗ് എച്ച് ഡി എച്ച് എന്തായി? 1/2 h ബൈ ഇ ഹോൾ റേസ് ടു 2h പ്ലസ് c1. അടുത്ത പാർട്ട് y ഈക്വൽസ് ഇ ബൈ എച്ച് ഹോൾ റേസ് ടു 2h. ഇതുപോലെ തന്നെ ചെയ്യാലോ. അപ്പോൾ ലോഗ് y ഈക്വൽസ് 2h ഇൻറ്റു 1 മൈനസ് ലോഗ് എച്ച്. ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. 1/y dy ബൈ ഡി എച്ച് ഈക്വൽസ് 2hൻ്റെ ഡെറിവേറ്റീവ് 2 മൈനസ് ഇനി 2h ലോഗ് എച്ചിൻ്റെ ഡെറിവേറ്റീവ് അതായത് 2 ഇൻറ്റു 1 ഇൻറ്റു ലോഗ് എച്ച് മൈനസ് 2h ഇൻറ്റു 1/h. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -2 ലോഗ് എച്ച്. അപ്പോൾ dy ബൈ ഡി എച്ച് ഈക്വൽസ് -2 ഇൻറ്റു ഇ ബൈ എച്ച് ഹോൾ റേസ് ടു 2h ലോഗ് എച്ച്. അപ്പോൾ ഇൻ്റഗ്രൽ ഇ ബൈ എച്ച് ഹോൾ റേസ് ടു 2h ലോഗ് എച്ച് ഡി എച്ച് ഈക്വൽസ് എന്താണ്? -1/2 ഇ ബൈ എച്ച് ഹോൾ റേസ് ടു 2h പ്ലസ് c2. അപ്പോൾ ഈ ഇൻ്റഗ്രൽ എച്ച് ബൈ ഇ ഹോൾ റേസ് ടു 2h പ്ലസ് ഇ ബൈ എച്ച് ഹോൾ റേസ് ടു 2h ലോഗ് എച്ച് ഡി എച്ച് എന്തായി? ഫസ്റ്റ് പാർട്ട് 1/2 എച്ച് ബൈ ഇ ഹോൾ റേസ് ടു 2h പ്ലസ് സെക്കൻഡ് പാർട്ട് അതായത് -1/2 ഇ ബൈ എച്ച് ഹോൾ റേസ് ടു 2h പ്ലസ് കോൺസ്റ്റൻസ് c1 പ്ലസ് c2 c എന്നെടുത്തു. ഇനി ചോദ്യം നോക്കൂ. ഇൻ്റഗ്രൽ എക്സ് ബൈ ഇ ഹോൾ റേസ് ടു 2h പ്ലസ് ഇ ബൈ എച്ച് ഹോൾ റേസ് ടു 2h ലോഗ് എച്ച് ഡി എച്ച് ഈക്വൽസ് 1/α എക്സ് ബൈ ഇ ഹോൾ റേസ് ടു ബീറ്റ എച്ച് മൈനസ് 1/γ ഇൻറ്റു 1 ഇ ബൈ എച്ച് ഹോൾ റേസ് ടു ഡെൽറ്റ എച്ച് പ്ലസ് സി. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ആൽഫ എത്ര? 2 അല്ലേ? ഇതുപോലെ ബീറ്റ ഈക്വൽസ് ടു ഗാമ ഈക്വൽസ് ടു ഡെൽറ്റ ഈക്വൽസ് ടു. നമുക്ക് കാണേണ്ടത് ആൽഫ പ്ലസ് 2 ബീറ്റ പ്ലസ് 3 ഗാമ മൈനസ് 4 ഡെൽറ്റ അല്ലേ? ഈക്വൽസ് വാല്യൂസ് കൊടുക്കുമ്പോൾ 2 പ്ലസ് 4 പ്ലസ് 6 മൈനസ് 8 ഈക്വൽസ് 4. ആൻസർ 4. അടുത്ത ചോദ്യം. ലെറ്റ് എഫ് എച്ച് ഈക്വൽസ് ഇൻ്റഗ്രൽ 2h ബൈ എച്ച് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എച്ച് സ്ക്വയർ പ്ലസ് 3 ഡി എച്ച്. ഇഫ് എഫ് ഓഫ് 3 ഈക്വൽസ് 1/2 ഇൻറ്റു ലോഗ് 5 മൈനസ് ലോഗ് 6 ദെൻ എഫ് ഓഫ് 4 കാണണം. നമുക്ക് എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു ടി എന്നെടുക്കാം. അപ്പോൾ 2h ഡി എച്ച് ഈക്വൽസ് ഡി ടി. അപ്പോൾ എഫ് എച്ച് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ ഡി ടി ബൈ ടി പ്ലസ് 1 ഇൻറ്റു ടി പ്ലസ് 3. ഇനി പാർഷ്യൽ ഫ്രാക്ഷൻ അല്ലേ? അപ്പോൾ ഇൻ്റഗ്രൽ 1/2 ബൈ ടി പ്ലസ് 1 മൈനസ് 1/2 ബൈ ടി പ്ലസ് 3 ഇൻറ്റു ഡി ടി. ഇവിടെ 1/2 കോമൺ ആണ്.
ഇനി ഇൻ്റഗ്രൽ 1/t+1 dt എന്താണ്? ലോഗ് t+1. അതുപോലെ മൈനസ് ഇൻ്റഗ്രൽ 1/t+3 dt എന്താണ്? ലോഗ് t+3 പ്ലസ് c ഈക്വൽസ് 1/2 ലോഗ് t+1 ബൈ t+3 പ്ലസ് c. ഇനി ടിക്ക് പകരം h² എഴുതാം. അപ്പോൾ 1/2 ലോഗ് h² പ്ലസ് 1/h² പ്ലസ് 3 പ്ലസ് c. f(3) തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ f(3) ഈക്വൽസ് 1/2 ലോഗ് 3² 9 പ്ലസ് 1 10 ബൈ 9 പ്ലസ് 3 ഈക്വൽസ് 12 പ്ലസ് c. ഇനി 10/12 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5/6 അല്ലേ? അപ്പോൾ 1/2 ലോഗ് 5 മൈനസ് ലോഗ് 6 പ്ലസ് c. തന്നിരിക്കുന്ന വാല്യൂവുമായി കമ്പയർ ചെയ്യുമ്പോൾ c ഈക്വൽസ് 0. ഇനി f(4) ഈക്വൽസ് 1/2 ലോഗ് 17/19 ഈക്വൽസ് 1/2 ലോഗ് 17 മൈനസ് ലോഗ് 19. ആൻസർ എ.